എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാവയ്ക്ക തോരൻ എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്കായും പച്ചമുളകും സവോളയും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇടാം. പാവയ്ക്കായ്ക്ക് ഇച്ചിരി ഉപ്പ് മുന്നേ നിൽക്കുന്നത് നല്ലതാണ്. അപ്പം ഇച്ചിരി കയ്പ്പ് കുറയും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക്, സിലിക്കോൺ പാത്രത്തിലേക്ക് മാറ്റാം. കൈ വാഷ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഇത് 160 വെച്ചാൽ മതി. 160 നമുക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് വെക്കാം. 20 മിനിറ്റ് വെച്ച് നോക്കാം കേട്ടോ. മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പകുതി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. 10 മിനിറ്റായി. നമുക്കിതൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. എണ്ണ ഒഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് തുറന്നിട്ട് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് ഒന്നും കൂടി ഇളക്കി വെച്ച് കൊടുക്കാം. പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക തോരന് ചൂടപ്പാണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.